ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ചെറുപയർ പായസം ഉണ്ടാക്കിയാലോ. അതിലേക്ക് ഞാൻ നാളികേരപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, കമ്പാൽ വേറെ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പാൽ ഇതാ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് മൂപ്പിച്ചെടുക്കട്ടെ കേട്ടോ. ഇത് നന്നായി ചോക്ക വറക്കണം. ഇത് ചുവന്ന് വരണം നല്ലവണ്ണം, അതിന് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ മൂപ്പ് എങ്ങനെയാണെന്ന് അറിയോ? ഇതിങ്ങനെ പൊട്ടിച്ചാൽ പൊട്ടുന്ന പാകമാണ്. നമ്മൾ വായലിട്ട് കടിച്ചാൽ പൊട്ടിച്ചാൽ പൊട്ടുന്ന പാകമാണ് അതിൻ്റെ മൂപ്പ്. അത് നന്നായി മൂപ്പിച്ചെടുക്കണം. ഓണത്തിനും വിഷുവിനും എല്ലാം നമ്മൾ പായസം ഉണ്ടാക്കില്ല. അതിൻ്റെ മുന്നേ ഇപ്പോൾ ഒരു പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു മക്കൾ. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ചെറുപയർ പരിപ്പ് നല്ല നന്നായിട്ട് ചുവക്ക മൂക്ക വന്നിട്ടുണ്ട്. മൂക്ക് നല്ല പാകമാണ്. ഇനി അത് വാങ്ങിയിട്ടെ. എന്നിട്ട് നാളികേരത്തിൻ്റെ വെള്ളം ഒഴിച്ചിട്ട്, നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ശർക്കര ഉരുക്കാൻ വയ്ക്കും. ഇത് ഞാൻ നന്നായിട്ട് ഇത് ചൂടാറട്ടെ. എന്നിട്ട് കഴുകി കല്ലുണ്ടോ നോക്കി ഇത് കല്ലൊക്കെ അരിച്ച് കൊണ്ടുവരണം. നാളികേരപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തിളച്ചതിന് ശേഷം അതിലേക്ക് അത് കഴുകിയിട്ട്, ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട്. ഇനി അത് വാങ്ങിക്കാം. നമുക്ക് ഈ പാലെടുപ്പത്ത് വെക്കാം. പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാല് നന്നായി തിളച്ച് വരട്ടെ. ഞാൻ അത് കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പാല് തിളച്ച് വന്നിട്ടുണ്ട്. അത് ഞാൻ ചെറുപയർ കഴുകിയ ചെറുപയർ അതിലിടട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ചെറുപയർ ഇതിൽ കിടന്ന് വേവണം. ചെറുപയർ നല്ലോണം വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്തു ചെറുപയർ. ഇനി അതിലേക്ക് നമുക്ക് ഈ ശർക്കര പാനിയുണ്ട്, പാല് അരിച്ച് ഒഴിക്കാം. ശർക്കരയിൽ കരടൊന്നുമില്ല, എന്നാലും ഞാൻ ഒന്ന് അരിച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ട് ശർക്കര നല്ലോണം തിളച്ച് കുറുകി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അത് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ വെന്തതിന് ശേഷം നമുക്ക് തമ്പാൽ ഒഴിക്കാണ്ടതിൽ. ചെറുപയർ പായസം നല്ല ടേസ്റ്റാണ്. നമുക്ക് ലേശം നെയ്യ് ഒഴിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് ഞാൻ ആദ്യം മൂപ്പിച്ചെടുക്കാം കേട്ടോ. മൂത്ത് വരട്ടെ. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. മൂത്ത് വരുന്നുള്ളൂ. മൂത്ത് കഴിഞ്ഞിട്ട് നമുക്കതൊരു വേറെ പാത്രത്തിലേക്ക് ഒഴിക്കാം. നല്ല ചുവക്ക മൂക്കണം. ഓണത്തിന് അങ്ങനെ കുറച്ചൊന്നും ഉണ്ടാക്കിയ പോലെ ഞങ്ങൾ ഒരുപാട് ഉണ്ടാക്കണം. നമ്മൾ വലിയൊരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഞാൻ ഉണ്ടാക്കും. ചേച്ചൻ്റെ പിറന്നാളാണല്ലേ. ഞാനിപ്പോ സ്കൂള് വിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ. എന്നായാലും ഇന്ന് നല്ല ആഘോഷിക്കേണ്ട ദിവസമാണ്. അച്ഛനെ ഇവിടെ നിൽക്കില്ലല്ലോ. അച്ഛത്തെ രാത്രി ആവില്ലേ വരാൻ.
അപ്പൊ അങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വരും. വിഭവം ഒന്നും ഉണ്ടാക്കണ്ട പറഞ്ഞല്ലേ നമ്മളോട്. എന്നാലും മക്കളെന്താ പച്ചക്കറി കൊണ്ടൊന്നും ഉണ്ടാക്കിയാലും ഒരു കഴിക്കൂല. എന്നാലും സദ്യ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. വലിയ ഇഷ്ടമൊന്നുമില്ല സദ്യ. ഇന്നലെ ഞങ്ങൾ കുറെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ഇന്നാണ് കൊടുക്കേണ്ടത്. അച്ഛൻ കേക്കൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒക്കെപ്പാടെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിറന്നാൾ ആഘോഷിക്കുന്നത്. ഇത് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഇത് മൂത്ത് വന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കണം. ഇതിങ്ങനെ ഇളക്കി കൊടുക്കും വേണം. ഇതല്ലെങ്കിൽ അടി പിടിച്ച് പറ്റ വരും, മറിയും. സ്റ്റീലിൻ്റെ പാത്രം കൊണ്ട് ഇത് മറിയും കണ്ടോ. നല്ലോണം വെന്തിട്ടുണ്ട്. എന്ത് യോജിച്ച് ഇങ്ങനെ വരുന്നുള്ളൂ. ചെറുതാക്കി വെക്കുക, ചെറുതായിട്ട് മുക്കട്ടെ. ഇങ്ങനെ ചുവക്കണം, കരിയാതെ ഇങ്ങനെ ചുവന്നെടുക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഒന്നും കൂടി നോക്കണം. പോരെ നല്ല മൂത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഈ നെയ്യിൽ കൂടെ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് മൂപ്പിച്ചെടുക്കാമല്ലേ. ഇതാദ്യം മൂക്കട്ടെ. ഓക്കെ, ആദ്യം അണ്ടിപ്പരിപ്പാണ് ഇടുന്നത്, മുന്തിരി പിന്നെ ഇടാം. അപ്പോഴത്തേക്ക് ഞാനൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് വരണം. ആയിട്ടില്ല, പോയാലും പെട്ടെന്ന് ആവില്ല. ഓക്കെ, ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി നല്ലോണം മൂത്തു. അത് നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കുക. ഇതിൻ്റെ കൂടെ തമ്പാലം ഒഴിക്കാനാണ്. കായം നോക്കണം. ശർക്കര മധുരമില്ല നോക്കൂലിയ, കയ്യിലിട്ടിച്ചരാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്ര മതി പാകത്തിന് മധുരം. മധുരമില്ലെങ്കിൽ നമുക്ക് ലേശം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് കുഴപ്പമില്ല. ശർക്കര വളച്ചുണ്ട്. ശർക്കര ഇപ്പോൾ വേഗം വിലയ്ക്ക് അതുണ്ടോ നോക്കട്ടെ. ഇല്ല, നല്ലോണം വെന്തിട്ടുണ്ട്. നീ തമ്പാല ഒഴിക്കട്ടെ. ഇതിൽ പാലിൻ്റെ തമ്പാലാണിത്. തമ്പാല ഒഴിച്ച് ഒന്ന് അഴിഞ്ഞ് കഴിക്കാം നമുക്ക്. ഇത് നല്ലോണം ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നല്ലോണം ചൂടായാൽ മതി. അപ്പോഴേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി അതിലിടാം. നെയ്യുണ്ട് ഇതിൽ. പോരാത്തതിന് ലേശം നെയ്യ് നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം, കുറച്ച്.
ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഫൈമ ഓഫാക്കട്ടെ, ഞാൻ ഇതിൽ കാണിക്കട്ടെ. ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട്. ചെറുപയർ പായസം നല്ല റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.